കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് വർധന സീസണൽ ടൂറിസത്തിനും തിരിച്ചടി. ഒമാനിലെ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ 82 ലക്ഷം കടന്നതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ. ജൂൺ 25 മുതൽ കുവൈത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഒമാൻ എയർ. 5 കിലോ അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മഴയും തണുപ്പും പച്ചപ്പും ആസ്വദിക്കാൻ കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ ഒമാൻ സ്വദേശികൾക്ക് അനുകൂല സാഹചര്യമുണ്ടായിട്ടും വിമാന ടിക്കറ്റ് നിരക്കിലെ വൻ വർധനവ് ടൂറിസ്റ്റുകൾക്ക് കടുത്ത തിരിച്ചടിയാവുകയാണ്. വിസ നിരക്കിലും ഹോട്ടൽ പാക്കേജുകളിലും വൻ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടും ഉയർന്ന യാത്രാ ചെലവ് കാരണം ഒമാൻ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരാൻ മടിക്കുകയാണെന്ന് ടൂറിസം മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നു. ഇന്ത്യയിലേക്കുള്ള ഓൺലൈൻ ടൂറിസ്റ്റ് വിസയുടെ നിരക്ക് കേന്ദ്ര സർക്കാർ ഗണ്യമായി കുറച്ചിരുന്നു. മുൻപ് 13 ഒമാനി റിയാൽ ആയിരുന്ന വിസ നിരക്ക് ഇപ്പോൾ 8 റിയാലായാണ് ചുരുക്കിയത്. ഇതിനു പുറമെ കേരളത്തിലെ ഹോട്ടൽ പാക്കേജുകളിലും ഈ സീസണിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒമാനിലെ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ 82 ലക്ഷം കടന്നതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ. 2026 ഏപ്രിൽ അവസാനത്തോടെ ആകെ സബ്സ്ക്രിപ്ഷനുകളുടെ എണ്ണം 82,22,037 എത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോസ്റ്റ് പെയ്ഡ് സബ്സ്ക്രിപ്ഷനുകൾ 5% വർദ്ധിച്ച് 12,98,229 അതേസമയം പ്രീപെയ്ഡ് സബ്സ്ക്രിപ്ഷനുകൾ 1% കുറഞ്ഞ് 52,40,248 എത്തി. ജൂൺ 25 മുതൽ കുവൈത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഒമാൻ എയർ അറിയിച്ചു. രാജ്യത്തെ വിമാന സർവീസുകൾ സാധാരണ നിലയിലായതിനെ തുടർന്നാണിത്. അതേസമയം വിമാന സർവീസുകൾ താൽക്കാലികമായി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 4 മാറ്റിയിട്ടുണ്ടെന്ന് എയർലൈൻസ് സോഷ്യൽ മീഡിയയിൽ ഓർമ്മിപ്പിച്ചു. ഒമാനിൽ നിന്ന് കുവൈത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കായി അധിക ബാഗേജ് ഓഫർ പ്രഖ്യാപിച്ചു. 30 കിലോ ബാഗേജിനോടൊപ്പം 5 കിലോ അധിക ബാഗേജ് കൊണ്ടുപോകാൻ ഒരു ഒമാനി റിയാൽ മാത്രമാണ് ചാർജ് ഈടാക്കുന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. ജൂലൈ 15 മുതൽ ഒക്ടോബർ 15 വരെയുള്ള യാത്രകൾക്കായി ജൂലൈ 15 വരെ നടക്കുന്ന ബുക്കിംഗുകൾക്കാണ് ഈ ഓഫർ ബാധകമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.